ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ മകൻ 5 വർഷമായിട്ട് PS വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് 2 പ്രാവശ്യവും പാസ്സാവുകയും ചെയ്ത് ഞങ്ങളാണ് വെറും നിർധന കുടുംബത്തിലെ അംഗങ്ങളാണ്. എന്നെയും എൻ്റെ അമ്മയും സംരക്ഷിക്കുന്നത് എൻ്റെ മകനാണ്. അവൻ PSCക്ക് പോകാൻ നിവർത്തിയില്ലാഞ്ഞ് PSC പരീക്ഷയ്ക്ക് അവൻ ഫീസ് കൊടുത്ത് പഠിച്ചിട്ടില്ല സാറേ. ഫീസ് കൊടുത്ത് പഠിച്ചിട്ടില്ല സാറേ. ഞങ്ങൾക്ക് അത്രയ്ക്ക് വേദനയുണ്ട്. കാരണം പകൽ അവൻ ജോലി ചെയ്ത് അമ്മൂമ്മത്തന്നെ നോക്കണം, പെറ്റമ്മയെ നോക്കണം, ഇളയൊരു അനിയനുണ്ട്, അവരെ സംരക്ഷിക്കണം. ഞങ്ങളുടെ വസ്തുവിൻ്റെ പ്രമാണം ലോണാണ്, അത് പോവാറായി കിടക്കുക. ഈ കൊച്ചൊരു പ്രതീക്ഷ ഈ ഉന്നത നിലവാരത്തിൽ ഇന്ന് ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഇല്ലായ്മയെന്ന് വന്നതാ സാറേ. ആ ഇല്ലായ്മ എന്തുകൊണ്ട് ഞങ്ങൾ കാണുന്നില്ല? ഇല്ലായ്മയെന്ന് വളർന്നു വന്ന് ഇല്ലായ്മ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇല്ലായ്മയെന്ന് പട്ടിണിയിൽ വന്ന അവർക്ക് ഈ കണ്ണിൽ എന്ത് കണ്ടു കാണുക? ഈ പാവപ്പെട്ട അമ്മമാരുടെ രോദന സാറേ. ഇത് ഈ രോദനം പട്ടിണി പാവങ്ങളുടെ രോദനം സാറേ. ഇത് അവരെന്തുകൊണ്ട് കണ്ടില്ല നടിക്കുന്നത്? ഞങ്ങളെ പോരേണ്ടത് ഞങ്ങളുടെ മക്കളാണ്. ഇന്നത്തെ ദിവസം ഇന്ന് വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടുപോകുന്ന കാലത്ത് ഇന്ന് എൻ്റെ മോൻ എൻ്റെ അമ്മൂമ്മത്തലെ സംരക്ഷിക്കുക. 75 വയസ്സുണ്ട്. അവർക്ക് ആഹാരവും മരുന്നും കൊടുക്കേണ്ട ഈ പുത്രനാണ്. ഇതൊന്നും എന്തുകൊണ്ട് സമൂഹം കാണുന്നില്ല? ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് തൊഴിലിടണം. ഞങ്ങൾക്ക് സമ്പാദിക്കാനല്ല, ഞങ്ങളുടെ വസ്തു പ്രമാണം ബാങ്കിലിരിക്കുവാണ്. അതെടുക്കാനും പെറ്റമ്മയും വയസ്സായ വൃദ്ധ മാതാക്കളെ സംരക്ഷിക്കാൻ സാറേ. അതുകൊണ്ട് നീതി കിട്ടണം സാറേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ മോനെ പൈസ കൊടുത്ത് PSC പഠിച്ചിട്ടില്ല, അവന് ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലായിരുന്നു.
ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.